ഗോഡ്സ് ഓഫ് ഫുട്ബോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ പുതിയൊരു ചാനൽ ആരംഭിക്കുകയാണ്. അതിൽ തന്നെ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഫുട്ബോളാണ്. വരാൻ പോകുന്ന വേൾഡ് കപ്പിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അനാലിസിസ് ആൻഡ് സമ്മറി വീഡിയോസ് ആണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മളുടെ ചാനലിലൂടെ വരുന്നതാണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ വേൾഡ് കപ്പിനെ സംബന്ധിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു അവലോകനമാണ്. ഈ വേൾഡ് കപ്പ് നടക്കുന്നത് USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ വെച്ചാണ്. ജൂൺ 11 തുടങ്ങി ജൂലൈ 19 ഈ വേൾഡ് കപ്പ് അവസാനിക്കുന്നത്. ഈ വേൾഡ് കപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തന്നെ പറയുന്നത് 48 ടീമുകൾ ഈ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നിന്നൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ 32 ടീമുകളാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ പങ്കെടുത്തിരുന്നത്. ഇപ്പോൾ 48 ടീമുകൾ പങ്കെടുക്കുന്നു. അതിൽ തന്നെ ചില ടീമുകളൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതായത് ഇറ്റലി, ഡെൻമാർക്ക്, അതുപോലെ പോളണ്ട് ഇങ്ങനെയുള്ള മികച്ച ടീമുകളൊന്നും വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയിട്ടില്ല. അതിൽ തന്നെ ഇറ്റലി എന്നൊക്കെ പറയുന്നത് നമുക്ക് തീർത്തും വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഡിഫൻസിന് പേര് കേട്ട ടീമാണ് ഇറ്റലി. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. പൗളോ മൾഡീനി, അതുപോലെ ഫാബിയോ കനാവേരോ, കോസ്റ്റക്കോട്ട, ആന്ദ്രെ പരേസി അങ്ങനെ നിരവധി താരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു ടീമാണ് ഇറ്റലി എന്ന് പറയുന്നത്. അതുപോലെ ഡെൻമാർക്കിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പരിചിതനായ ക്രിസ്ത്യൻ എറിക്സന്റെ ടീമാണ്. പക്ഷേ ഡെൻമാർക്ക് യോഗ്യത നേടിയില്ല. അതുപോലെ തന്നെ സാക്ഷാൽ വേൾഡ് ഫുട്ബോളിലെ തന്നെ മികച്ച താരങ്ങളിൽ ഒരാളായ റോബർട്ട് ലെവൻഡോസ്കിയുടെ ടീമായ പോളണ്ടും വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പിന്റെ മൊത്തത്തിലുള്ള ഒരു സമ്മറി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വിഷമകരമായ കാര്യങ്ങളും ഉണ്ട്. ഇനി നമുക്ക് വേൾഡ് കപ്പിന്റെ സ്റ്റേഡിയത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ ടോട്ടൽ 16 സ്റ്റേഡിയങ്ങളിലാണ് ഈ വേൾഡ് കപ്പ് നടക്കുന്നത്. അതിൽ തന്നെ 11 സ്റ്റേഡിയങ്ങൾ USA-യിലാണ്, 5 സ്റ്റേഡിയങ്ങൾ വരുന്നത് 3 മെക്സിക്കോയിലും 2 കാനഡയിലുമാണ് വരുന്നത്. ഈ വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിന്റെ മൊത്തത്തിലുള്ള ഒരു അനാലിസിസ് എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് നോക്കൌട്ടിലേക്ക് 32 ടീമുകളാണ് യോഗ്യത നേടുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പ് ഒക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നേരെ 16 ടീമുകളാണ് യോഗ്യത നേടിയിരുന്നത്. അതായത് നേരെ പ്രീ ക്വാർട്ടർ. ഇത്തവണ അങ്ങനെയല്ല. ഇതിൽ തന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ വരുന്നത് മികച്ച 1ാം സ്ഥാനക്കാരും മികച്ച 2ാം സ്ഥാനക്കാരും 8 മികച്ച 3ാം സ്ഥാനക്കാരും ഗ്രൂപ്പിൽ നിന്ന് യോഗ്യത നേടുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ വേൾഡ് കപ്പിലെ ഗ്രൂപ്പുകൾ എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എയിൽ വരുന്നത് മെക്സിക്കോ, സൗത്ത് കൊറിയ, സൗത്ത് ആഫ്രിക്ക, ചെക്ക് റിപ്പബ്ലിക് ടീമുകളാണ്. ഗ്രൂപ്പ് ബിയിൽ വരുന്നത് കാനഡ, സ്വിറ്റ്സർലാൻഡ്, ഖത്തർ, ബോസ്നിയ എന്നീ ടീമുകളാണ്. ഗ്രൂപ്പ് സിയിൽ വരുന്നത് ബ്രസീൽ, മൊറോക്കോ, സ്കോട്ട്ലാൻഡ്, ഹെയ്തി ടീമുകളാണ്. ഗ്രൂപ്പ് ഡിയിൽ വരുന്നത് USA, ഓസ്ട്രേലിയ, പരാഗ്വേ ആൻഡ് തുർക്കി. ഗ്രൂപ്പ് ഇയിൽ വരുന്നത് ജർമ്മനി, ഇക്വഡോർ, ഐവറി കോസ്റ്റ് ആൻഡ് കുറക്കാവോ. അതുപോലെ ഗ്രൂപ്പ് എഫിൽ വരുന്നത് നെതർലാൻഡ്, ജപ്പാൻ, ടുണീഷ്യ ആൻഡ് സ്വീഡൻ. അതുപോലെ ഗ്രൂപ്പ് ജിയിൽ വരുന്നത് ബെൽജിയം, ഇറാൻ, ഈജിപ്ത്, ന്യൂസിലാൻഡ് ടീമുകളാണ്. ഗ്രൂപ്പ് എച്ചിൽ വരുന്നത് സ്പെയിൻ, ഉറുഗ്വേ, സൗദി അറേബ്യ, കേപ്പ് വെർഡെ. ഈ വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ഗ്രൂപ്പുകളിൽ ഒന്നാണ് ഈ ഗ്രൂപ്പ് എച്ച് എന്ന് പറയുന്നത്. എൻ്റെ ഫേവറേറ്റ് ഗ്രൂപ്പ് എച്ച് ആണ്. അതുപോലെ ഗ്രൂപ്പ് ഐയിൽ വരുന്നത് ഫ്രാൻസ്, സെനഗൽ, നോർവേ ആൻഡ് ഇറാഖ്. ഗ്രൂപ്പ് ജെയിൽ വരുന്നത് അർജന്റീന, ഓസ്ട്രിയ, അൾജീരിയ ആൻഡ് ജോർഡാൻ. ഗ്രൂപ്പ് കെയിൽ വരുന്നത് പോർച്ചുഗൽ, കൊളംബിയ, ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് DR കോങ്കോ. അതുപോലെ ഗ്രൂപ്പ് എല്ലിൽ വരുന്നത് ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, പനാമ ആൻഡ് ഗാന. അതുപോലെ തന്നെ ഈ വേൾഡ് കപ്പിലെ മികച്ച പോരാട്ടങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് പോരാട്ടം എന്ന് പറയുന്നത് ബ്രസീൽ മൊറോക്കോ മത്സരമാണ്. അതിൽ മൊറോക്കോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2022 ഖത്തർ വേൾഡ് കപ്പിലെ സെമി ഫൈനലിസ്റ്റാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫിഫ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്തുമാണ് അവർ നിൽക്കുന്നത്. ഇനി ബ്രസീലിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഫിഫ റാങ്കിങ്ങിൽ അവർ 5ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ സമീപകാലത്ത് അത്ര മികച്ച പ്രകടനമല്ല ബ്രസീലിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പക്ഷേ അവരുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് കാർലോസ് ആൻസലോട്ടി ആൻഡ് നെയ്മർ റിട്ടേൺ, ഇവരുടെ വരവാണ് എല്ലാം എന്നാണ് ബ്രസീൽ ആരാധകരുടെ വലിയ പ്രതീക്ഷ. പിന്നെ അതുപോലെ 2ാമത്തെ മത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അത് ജർമ്മനി ഇക്വഡോർ മത്സരമാണ്. അതിൽ തന്നെ ജർമ്മനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജോക്കിംഗ് ലോ പരിശീലകനായിട്ട് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ടീമിന്റെ പരിശീലകനായിട്ട് ജൂലിയൻ നഗ്ലസ്മാൻ ചാർജ് എടുത്തു. അതിനുശേഷം ജർമ്മനി നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. സമീപകാലങ്ങളിലൊക്കെ അത്യാവശ്യം നീറ്റ് പെർഫോമൻസ് ജർമ്മനിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്.
പിന്നെ അതുപോലെ ഇക്വഡോറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ വേൾഡ് കപ്പിലെ തന്നെ മികച്ച അട്ടിമറി ടീമുകളിൽ ഒന്നാണ് ഇക്വഡോർ. ഇക്വഡോറിലാണ് നമ്മുടെ PSG സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള വില്യം പാച്ചോ, പിന്നെ അതുപോലെ തന്നെ ആർസനലിന്റെ സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള ഹിങ്കോപ്പി, ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇക്വഡോറിന് ഭയങ്കര പറ്റും മികച്ച ഡിഫൻസ്. അതുപോലെ തന്നെ കഴിഞ്ഞ സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയിങ് മത്സരങ്ങളിലൊക്കെ അവർ ഗോൾ വഴങ്ങുന്നത് വളരെ കുറച്ചാണ്. പിന്നെ അടുത്ത മത്സരം വരുന്നത് നെതർലാൻഡ്സ് ആൻഡ് ജപ്പാൻ ടീമുകളുടെ മത്സരമാണ്. നെതർലാൻഡ്സ് ജപ്പാൻ, ഇത് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. മികച്ചൊരു പോരാട്ടം തന്നെയായിരിക്കും. അതിൽ തന്നെ നെതർലാൻഡ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഡിഫൻസ് കൊണ്ടാണ് നെതർലാൻഡ്സ് വരുന്നത്. അതായത് ഡിഫ്രിഡ്ജ്, വാൻഡിജിക്ക്, മെത്തിയസ് ഡിലൈറ്റ്, അങ്ങനെയുള്ള മികച്ച താരങ്ങൾ നെതർലാൻഡ്സിന്റെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ജപ്പാന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ജപ്പാനിൽ നമ്മുടെ ടക്കുഫുസോ മിനാമിനെ ഒന്നും ടീമിലേക്ക് യോഗ്യത നേടിയിട്ടില്ല. ടക്കുഫുസോ കുബോ ടീമിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ജപ്പാൻ മികച്ച ഒരു ടീം തന്നെയാണ്. സ്പീഡിന് പേര് കേട്ട ഒരു ടീമാണ് ജപ്പാൻ. അതുകൊണ്ട് തന്നെ അട്ടിമറികൾ പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ ഗ്രൂപ്പ് എച്ചിൽ ഞാൻ കാത്തിരിക്കുന്ന 2 മത്സരങ്ങളുണ്ട്. അതിൽ ഒന്ന് സ്പെയിൻ ഉറുഗ്വേ മത്സരമാണ്. അതുപോലെ തന്നെ സ്പെയിൻ സൗദി അറേബ്യ മത്സരം. ഇതിൽ ഞാൻ സൗദി അറേബ്യയുടെ പേര് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വേൾഡ് കപ്പ് കണ്ടവർക്ക് മനസ്സിലാവും സൗദി അറേബ്യ എന്ത് നല്ല ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സംഭവം ശരിയാണ്, വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ ഔട്ടായിട്ടുണ്ട്. പക്ഷേ അവർ കളിച്ച ഫസ്റ്റ് മത്സരം അർജന്റീനയെ അട്ടിമറിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്പെയിന് കടുത്തൊരു പരീക്ഷണം തന്നെയാണ് സൗദി അറേബ്യ എന്ന് ഞാൻ പറയും. പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെയുള്ള താരങ്ങൾ അൽ നാസറിലേക്ക് ചെക്കേറിയതിന് ശേഷം ആ രാജ്യം എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിലാണ് ഫുട്ബോളിന് സപ്പോർട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ സ്പെയിൻ സൗദി അറേബ്യ മത്സരം വളരെ മികച്ചൊരു മത്സരം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ സ്പെയിൻ ഉറുഗ്വേ മത്സരം, ഉറുഗ്വയെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സമീപകാലങ്ങളിലാണെങ്കിലും ഈ മുമ്പോട്ട് എടുക്കുകയാണെങ്കിലും മികച്ച താരങ്ങളും അതുപോലെ തന്നെ 2 വേൾഡ് കപ്പ് ചാമ്പ്യൻസുമാണ് ഉറുഗ്വേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച മത്സരം ഉറുഗ്വേയുടെ അടുത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അടുത്ത മത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും ഹാമിസ് റോഡ്രിഗസിന്റെ കൊളംബിയയും തമ്മിലാണ്. വേൾഡ് കപ്പിലെ തന്നെ മികച്ച പോരാട്ടം എന്ന് തന്നെ പറയണം. അതായത് കൊളംബിയയൊക്കെ ഫിസിക്കലി ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. പോർച്ചുഗലിന് കടുത്ത വെല്ലുവിളി തന്നെ ആയിരിക്കും. പിന്നെ പോർച്ചുഗലിന്റെ മിഡ്ഫീൽഡിന്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡുള്ള ടീം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് പോർച്ചുഗലാണ്. അതുപോലെ തന്നെ അടുത്തൊരു മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത മികച്ച പോരാട്ടം എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരമാണ്. സാക്ഷാൽ ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയും ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ടും തമ്മിൽ. അതായത് ഇംഗ്ലണ്ടിന്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ടീമിനെ കുറിച്ചൊന്നും ഒന്നും പറയാനില്ല. അതായത് മികച്ച ടീം തന്നെയാണ്. സംഭവം ഒരു വിവാദത്തിലേക്കൊക്കെ പോകുന്ന രീതിയിലുള്ള ടീമൊക്കെ ആണെങ്കിലും പക്ഷെ മികച്ചൊരു സ്കോർ തന്നെ ഇംഗ്ലണ്ടിന് ഉണ്ട്. അതുപോലെ തന്നെ ക്രൊയേഷ്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ലുക്ക മോഡ്രിച്ചിന്റെ ഒരു എക്സ്പീരിയൻസ് മികവിലാണ് ആ ടീം വരുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ടിനായിട്ട് മാറ്റിയോ കൊവാച്ചിച്ച്, അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റിയോടെ തന്നെ ഓസ്കോ ഗ്വാഡിയോള്, ഇവാൻ പെരിസിച്ച്, ഇങ്ങനെയുള്ള മികച്ച താരങ്ങളും ടീമിനൊപ്പം ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇംഗ്ലണ്ട് vs ക്രൊയേഷ്യ മത്സരം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വേൾഡ് കപ്പിലെ മികച്ച മത്സരങ്ങളും ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള ഒരു അവലോകനവും. പിന്നെ ഈ മത്സരങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരം ഏതാണെന്ന് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.